തേങ്ങയുടെ കഥയാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ ഉണ്ടായിരുന്നു. കർഷകന്റെ വീട്ടുമുറ്റത്ത് ഒരു തേങ്ങ വീണു. ആ കർഷകൻ ആ തേങ്ങ എടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഥ അവിടെ കഴിഞ്ഞു. പക്ഷെ നമ്മുടെ കഥ അവിടെ അവസാനിക്കുന്നില്ല. ആ കർഷകൻ ആ തേങ്ങ എടുത്ത് മാർക്കറ്റിലേക്ക് മാർക്കറ്റിലെത്തിയപ്പോൾ അവിടെ ഒരു വ്യാപാരി അവിടെ ഇരിക്കുന്നു. എന്ത് ചെയ്തു? കർഷകൻ വ്യാപാരിക്ക് ആ തേങ്ങ കൊടുത്തു. വ്യാപാരിയുടെ അടുത്തു നിന്ന് ആ തേങ്ങ ഫാക്ടറിയിലോട്ട് പോയി. ഫാക്ടറിയിൽ നിന്ന് അതവിടെ എണ്ണയായിട്ട് മാറി. അതിനുശേഷം അത് ഹോൾസെയിലറുടെ അടുത്ത് പോയി. ഹോൾസെയിലറുടെ അടുത്ത് നിന്ന് റീറ്റെയിലറിന്റെ അടുത്ത് പോയി. റീറ്റെയിലറിന്റെ അടുത്ത് നിന്ന് അത് എണ്ണയായിട്ട് നമ്മുടെ അടുക്കളയിലെത്തി. അപ്പം ഒരു തേങ്ങ അവിടെ ആദ്യമേ ഉപയോഗിച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ അതിന്റെ കഥ അവസാനിക്കേണ്ടടുത്ത് എത്രയോ സ്ഥലങ്ങളിലൂടെ പോയി, എത്രയോ പേർക്ക് അത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്തു. അത് വേറൊരു പ്രൊഡക്റ്റ് ആയിട്ട് മാറി. ഇതിലൂടെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ കണ്ടന്റ് ഈ ഒരൊറ്റ കഥയിലൂടെ കംപ്ലീറ്റ് ആയി. ആദ്യമേ ആ തേങ്ങ വ്യാപാരിക്ക് കൊടുത്തു. അവിടെ കർഷകന് ഒരു ലാഭം കിട്ടി. അപ്പൊ കർഷകർ സ്ഥിരമായിട്ട് അത് ചെയ്യും. അതാണ് ബിസിനസ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി കർഷകൻ ചെയ്ത ആക്ടിവിറ്റി ബിസിനസ് ആയിട്ട് മാറും. ഇനി വ്യാപാരി എന്താണ് ചെയ്തത്? ഈ കർഷകന്റെ കയ്യിൽ നിന്ന് തേങ്ങ വാങ്ങി ഫാക്ടറിയിൽ കൊടുത്തു. അപ്പൊ സ്ഥിരമായി അദ്ദേഹം കർഷകന്റെ തേങ്ങ വാങ്ങുന്നു, ഫാക്ടറിയിൽ കൊടുക്കുന്നു. ഇതാണ് ട്രേഡ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത് എന്താണ് സംഭവിച്ചത്? ആ തേങ്ങ ഫാക്ടറിയിൽ നിന്ന് എണ്ണയായിട്ട് മാറി ഫൈനലി കൺസ്യൂമേഴ്സിന്റെ കയ്യിലോട്ട് എത്തി. അപ്പം അതിനിടയിൽ അവിടെ ട്രാൻസ്പോർട്ടേഷൻ നടന്നിട്ടുണ്ട്, അവർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാകും, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് മാർക്കറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ആക്ടിവിറ്റീസ് നടക്കും. ഇതിനെയാണ് നമ്മൾ കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ബിസിനസ്, ട്രേഡ്, കൊമേഴ്സ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള കണ്ടന്റ്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ ലൈവ് ഓൾസോ.